മുള്ളരിങ്ങാട് വനാതിർത്തിയോട് ചേർന്നുള്ള ജനവാസ മേഖലകളിൽ നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യോഗം ചേർന്നു. പി.ജെ. ജോസഫ് എം.എൽ.എയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. മുള്ളരിങ്ങാട് വനാതിർത്തിയോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് പി.ജെ. ജോസഫ് എം.എൽ.എയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗം ചർച്ച ചെയ്തു. കാട്ടാന ആക്രമണം ഈ മേഖലയിൽ ഉണ്ടാകാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും യോഗത്തിൽ വിഷയമായി. ഡീൻ കുര്യാക്കോസ് എം.പി, സബ് കളക്ടർ, DFO, ബന്ധപ്പെട്ട ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, വനം, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും വന്നിട്ടുള്ള വീഴ്ച എന്ന് പറയുന്നത് നിസ്സാരമല്ല. അതുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന പ്രൊജക്ടുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുമുള്ള ജാഗ്രതയോട് കൂടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും. അത് ഇപ്പോൾ RKBയുടെ പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന 5 കിലോമീറ്റർ പൂർത്തീകരിച്ചു. നല്ല ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അത് 10 കിലോമീറ്റർ ഭാഗം ഫെൻസിംഗ് ഇടേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ 10 കിലോമീറ്ററിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് വന്നിട്ടുണ്ടോ, അത് പ്രോജക്റ്റ് റെഡിയാണോ, എന്താണ് അതിന്റെ സ്ഥിതി എന്നുള്ളത് അതാണ് പ്രധാനമായിട്ടും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവേണ്ടത്. മൂന്നാർ DFO ഉൾപ്പെടെ CCF ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇക്കാര്യത്തിലെല്ലാം ബന്ധപ്പെടേണ്ടതായിട്ടും വരും. അതായത് മുള്ളരിങ്ങാട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു ഭയാശങ്ക ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു സഹോദരൻ 20 വയസ്സ് മാത്രം പ്രായമുള്ള അമീർ മരണപ്പെട്ടപ്പോൾ ഉണ്ടായതായിട്ടുള്ള ആ പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി രംഗപ്രവേശനം ചെയ്യേണ്ടതായിട്ട്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.